ഇന്ദ്രജിത്ത് സുകുമാരൻ അഭിനയിച്ച് ധീരം അല്ലെ കണ്ടിരുന്നു. സിനിമേനെ പറ്റി പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഡീസൻറ്റ് ത്രില്ലർ അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് 10-ൽ ഒരു 6 കൊടുക്കാം. പിന്നെ അഭിനയം കുറച്ച് മോശം അഭിനയങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇന്ദ്രജിത്തിൻ്റെ അഭിനയം കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുറേ ഏച്ച് കെട്ടിയ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊന്നും ഇല്ല. പിന്നെ സ്ക്രീൻ പ്ലേയും ഭയങ്കര ഗ്രിപ്പിംഗ് ഒന്നുമല്ല, ഭയങ്കര ത്രില്ലർ ഗ്രിപ്പൊന്നും പിടിച്ചെന്നുള്ളതായിരുന്നു. അത്ര ഹൈപ്പൊന്നുമില്ല, ഒരു സാധാ പടം. അപ്പോൾ ഇനി നമുക്ക് സിനിമയിലോട്ട് പോവാം. ഇപ്പോൾ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഒരു ACP കുറച്ച് ദിവസം നടക്കുന്ന ഒരു സീരീസ് ഓഫ് ക്രൈമുകൾ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ അന്വേഷണത്തിന് തുടക്കത്തിൽ തന്നെ പ്രതിയുടെ അടുത്തെത്തി പിടിച്ചെന്ന് പറഞ്ഞു പോകും. പക്ഷേ പിടിക്കില്ല. അങ്ങനെ നീണ്ട് ക്ലൈമാക്സ് വരെ പോവും. ഇതായിരുന്ന അവസ്ഥ. അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ ACPക്ക് എന്ത് ഇയാൾക്ക് ഇത്ര കഴിവേ ഉള്ള, അങ്ങനെ ഒന്ന് ചിന്തിച്ച് പോയി. അത് ഈ മേക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മുടെ കേരള സ്റ്റൈൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് പരിപാടി അല്ലായിരുന്നു അത്. അതിലും പിന്നെ ഈ 2 SI-മാരായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ കൂടെ നടക്കുന്നത് അല്ലാതെ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡയലോഗുകളൊന്നും പറയുന്ന അല്ലാതെ ഒരു എഫക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ കഥാപാത്രങ്ങൾ ചുമ്മാ ഏച്ച് കെട്ടിയ കഥാപാത്രങ്ങൾ, കുറേ അനാവശ്യ സീനുകളായിരുന്നു. അതൊക്കെ മാറ്റിയാലും ഒന്നും തന്നെ സംഭവിക്കില്ല സിനിമയിൽ. അങ്ങനത്തെ കുറേ രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വളരെ അരോചകമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയതാണ്, ഇനി നിങ്ങൾക്കൊക്കെ തോന്നിയാന്തോ. ഇതിലൊരു സ്പോയിലറാണ് കേട്ടോ, ഇത് കാണാൻ താല്പര്യമില്ലാത്തൊരു കട്ട് ചെയ്തിട്ട് അവസാനം കണ്ടോ. ഒരു +2 കാലഘട്ടം ഉണ്ട് കേട്ടോ. ഈ +2 കാലഘട്ടത്തിൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇതെന്ത് +2കാരാ, ഇത്രയും പ്രായം കൂടി +2-ലെ പിള്ളേരാ, അവർ ഒരു കഥാപാത്രത്തെ ഉപദ്രവിക്കുന്നുണ്ട്. ആ കഥാപാത്രം ഒരു കൊച്ചു ചേർക്കുന്നു. കാണുമ്പോൾ നമുക്ക് ഇത് എന്ത് സംഭവിക്കുന്നു ഇവിടെ. സോ അങ്ങനെ തോന്നിപ്പോവും. പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഇത് ഈ കേരളത്തിലെ തന്നെ ഇത് ഇത്രയും ഫോണും സംവിധാനമൊക്കെ ഉണ്ടായിട്ട് ഇതൊന്നും വെളിയിൽ വന്നില്ല. അതൊക്കെ ഭയങ്കര അരോചകമായിട്ട് തോന്നി. അതിന് ക്ലാരിഫിക്കേഷൻ തരുന്നുണ്ട്. ആ ക്ലാരിഫിക്കേഷനും അങ്ങോട്ട് അക്സെപ്റ്റബിൾ അല്ല. പിന്നെ ക്ലൈമാക്സ് വന്ന സമയത്ത് നമ്മൾ ഇത്രയും കണ്ടത് ഈ ഒരു ജസ്റ്റിഫിക്കേഷൻ ക്ലൈമാക്സിന് വേണ്ടിയാണോ എന്ന് പേഴ്സണലി തോന്നിപ്പോയി. കാര്യം അതങ്ങോട്ട് ദഹിക്കാത്തൊരു ക്ലൈമാക്സ് ആയിപ്പോയി. പിന്നെ അഭിനയങ്ങളും പറഞ്ഞല്ലോ, അതാ ഒരു ഏച്ച് കെട്ടിയ അഭിനയങ്ങൾ. ഇതിൽ പിന്നെ ഒരു ക്യാരക്ടറുണ്ട്, ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ. പുള്ളി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എനിക്ക് മണ്ടേന്ന് പ്രഷറുണ്ട്, അവിടെ നിന്ന് പ്രഷറുണ്ട്, അത് മാത്രം പറയുന്നു പോകുന്നു. എന്തിനാ ആ ഒരു ക്യാരക്ടറൊന്നും സത്യത്തിൽ അതെനിക്ക് ആവശ്യമുള്ളതായിട്ട് പോലും തോന്നിയില്ല. സോ ഇതൊക്കെയാണ് സിനിമയെ പറ്റി പറയാനുള്ളത്. പിന്നെ വേണമെങ്കിൽ ഒരു തവണയൊക്കെ പോയി കാണാൻ പറ്റുന്ന ഒരു ഡീസൻറ്റ് ത്രില്ലറാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കണ്ടു നോക്കുക. പിന്നെ എൻ്റെ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ കാണാതെ ഒന്നും ഇരിക്കരുത്. റിവ്യൂ നിങ്ങൾ ട്രെയിലറൊക്കെ കണ്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വേണം സിനിമ പോയി കാണാൻ. ഞാൻ അങ്ങനെയാണ് പോയി കാണുന്നത്. അപ്പോൾ കണ്ട ശേഷം നമുക്ക് ഞാൻ അഭിപ്രായം പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ സ്ട്രൈക്ക് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഇനി സിനിമകൾ അന്ന് തന്നെ പോയി കണ്ട് റിവ്യൂ ചെയ്യാനൊരു ധൈര്യം വരും. ഓക്കെ.